യെസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ചാപ്റ്റർ നമ്പർ 6 കോർഡിനേറ്റ്സ്. ചാപ്റ്റർ നമ്പർ 6 കോർഡിനേറ്റ്സ്. മക്കളെ നേരെ ശ്രദ്ധിച്ചിരുന്നോളൂ. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കോർഡിനേറ്റ്സിലെ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുക, എങ്ങനെയാണ് പോയിന്റുകൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 30, പേജ് നമ്പർ 30, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതാണ് പേജ് നമ്പർ 30 ക്വസ്റ്റ്യൻ നമ്പർ 1 മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? യെസ് മക്കളെ, ഈ എ എന്ന പോയിന്റ്, എ എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ചോദിച്ചാലേ വെരി ഈസി ആണ്. ഈ എ എന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ് നോക്കുക. എക്സ് കോർഡിനേറ്റ് എന്താണ്? 1. സോ 1 എന്ന് എഴുതുക. ഈ എ എന്ന പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് എന്താണ്? 2. സോ എ എന്ന പോയിന്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1, 2 എന്നായിരിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ബി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബിയുടെ കോർഡിനേറ്റ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആദ്യം എഴുതേണ്ടത് എക്സ് ആണ്. എപ്പോഴും ആദ്യം എഴുതേണ്ടത് എക്സ് കോർഡിനേറ്റ് ആണ്. സോ ഈ ബിയുടെ എക്സ് എന്ന് പറയുന്നത് -3 അല്ലെ? ബിയുടെ എക്സ് എന്ന് പറയുന്നത് -3. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ എന്താണ്? 1. ക്ലിയർ അല്ലേ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ എന്താണ്? 1. സോ ബി എന്ന് പറയുന്നത് -3, 1 എന്നായിരിക്കും കിട്ടുക. ക്ലിയർ അല്ലേ? അതേപോലെ സി ഒന്ന് നോക്കൂ. എന്തായിരിക്കും സിയുടെ കോർഡിനേറ്റ്സ്? വെരി ഈസി ആണ്. സിയുടെ കോർഡിനേറ്റ്സ് എഴുതാൻ പറഞ്ഞാലേ സിയുടെ എക്സ് കോർഡിനേറ്റ് എന്താ നോക്കുക. അതാ കണ്ടോ, സിയുടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? -1. സിയുടെ വൈ കോർഡിനേറ്റ് എന്താണ്? -2. ക്ലിയർ അല്ലേ? കണ്ടോ, ആദ്യം എപ്പോഴും എക്സ് ആണ് എടുക്കേണ്ടത്, രണ്ടാമത് വൈയും ആണ്. ഇത് വെരി ഈസി ആയിട്ടുള്ള പോർഷൻ ആണ്. ഡി എന്ന പോയിന്റ് ഒന്ന് പറഞ്ഞോ. ഡിയുടെ എക്സ് എന്താ? അതാ കണ്ടോ, ഈ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് എന്താണ് നോക്കുക. 3. വൈ എന്താണ്? -3. സോ 3 എന്ന് പറയുന്നത് 3 -3 എന്നായിരിക്കും കിട്ടുക. സോ ഇത് എഴുതിയ മാത്രം പോരാ, ഈ പ്ലോട്ട് ചെയ്യൽ മാത്രം പോരാ, ആൻസറുകൾ എടുത്ത് എഴുതണം. എ എന്ന് പറയുന്നത് 1, 2, സൈഡിലെ ആൻസർ എടുത്ത് എഴുതുക. ബി എന്ന് പറയുന്നത് എന്താണ്? -3, 1. സി എന്ന് പറയുന്നത് വെരി ഈസി ആണ്, -1, 2. ഡി എന്ന് പറയുന്നത് എന്താണ്? 3 -3. ക്ലിയർ അല്ലേ? സോ വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. സി എന്ന് പറയുന്നത് -1. ഓക്കെ, സി എന്ന് പറയുന്നത് -1, -2 ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, സി എന്ന് പറയുന്നത് -1, -2 ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ പിയുടെയും ക്യൂവിന്റെയും ആറിന്റെയും എസിന്റെയും കോർഡിനേറ്റ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. വെരി ഈസി ആണ്. ഈ പിന്റെ കോർഡിനേറ്റ് എങ്ങനെ എഴുതുക? പിന്റെ എക്സ് എന്താണ് നോക്കുക. എന്താണ് പിന്റെ എക്സ്? 3 അല്ലെ? സോ ഇവിടെ 3 എന്ന് എഴുതുക. ഈ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ എന്താണ് നോക്കുക. എന്താണ് വൈ? 2. സോ കോർഡിനേറ്റ് 3, 2 ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ ഒന്ന് നോക്കൂ. എന്തായിരിക്കും ക്യൂവിന്റെ കോർഡിനേറ്റ് എന്നൊന്ന് എഴുതി നോക്കൂ. ക്യൂവിന്റെ എക്സ് എന്താണ് നോക്കുക. കണ്ടോ, ഈ ക്യൂവിന്റെ എക്സ് എന്താണ്? കണ്ടോ, -2. സോ ക്യൂവിന്റെ എക്സ് -2. വൈ എന്ന് പറയുന്നത് എന്താണ്? 2.
സോ ക്യൂവിന്റെ കോർഡിനേറ്റ്സ് -2 ആയിരിക്കും. ഇതേപോലെ ആറിന്റെ കോർഡിനേറ്റ്സ് ഒന്ന് നോക്കൂ. ആറിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? ഇതാണ് ആറിന്റെ കോർഡിനേറ്റ്സ്. വെരി ഈസിയാണ്. ആറിന്റെ എക്സ് കോർഡിനേറ്റ് ഇതാ ഈ -2 ആണ് അല്ലെ. സോ -2. വൈ കോർഡിനേറ്റ്സ് എന്താണ്? ഇതാക്കണ്ടോ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ എന്താണ്? -1. സോ ആർ എന്ന് പറയുന്നത് -2 -1. ഇതേപോലെ എസ് എന്താണ് എന്നൊന്ന് വേഗം ടൈപ്പ് ചെയ്ത് വേഗം മെസ്സേജ് അയച്ചുകാർക്ക് കിട്ടിയിട്ടുണ്ട് നോക്കട്ടെ. എസ് വേഗം ഒന്ന് പറയൂ മക്കളെ. എസ് എന്താണെന്നൊന്ന് പറയൂ. എസ് കോർഡിനേറ്റ് എന്താണെന്നൊന്ന് വേഗം പറയൂ. കിട്ടിയവര് പറയൂ. എസ് കോർഡിനേറ്റ്സ്. എസ് കോർഡിനേറ്റ്സ്. ഗുഡ്. എസ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. എസിന്റെ എക്സ് ഇതല്ലേ 3. സോ S3 എന്ന് എഴുതുക. വൈ എന്താ കണ്ടോ? -1. സോ 3 -1 എന്നതായിരിക്കും വരിക. 3 -1 എന്നതാണ് വരിക. ക്ലിയർ അല്ലേ? 3 -1. ഗുഡ്. 3 -1 എന്നതാണ് ആയിരിക്കും വരിക. 3 -1 എന്നതായിരിക്കും വരിക. മനസ്സിലായില്ലേ? 3 -1 എന്നതായിരിക്കും വരിക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തോളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ഒറിജിൻ? ഒറിജിന്റെ കോർഡിനേറ്റ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ വെരി ഈസി ആണ്. അവിടെ എഴുതി വെച്ചോളുണ്ട്. ഒറിജിൻ എന്നതിന്റെ കോർഡിനേറ്റ്സ് എപ്പോ എക്സാമിന് ചോദിച്ചാലും ഒറിജിൻ എന്നതിന്റെ കോർഡിനേറ്റ്സ് 0 ആയിരിക്കും. നോട്ട് ചെയ്തോളൂ. ഒറിജിൻ എന്ന പേര് കേൾക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലേക്ക് വരണം. ഒറിജിൻ എന്ന് കഴിഞ്ഞാൽ എന്താണ്? ഒറിജിൻ എന്നതിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? 0 0 ആയിരിക്കും. പഠിച്ചു വെച്ചോളൂ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 0. ഇങ്ങനെയാണ് 0 0 എഴുതുക. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഓ എന്ന് വായിക്കരുത്. ഇത് എന്താണ്? 0 0 എന്നാണ്. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് ഇതാണ്. What is the y coordinate on the point on x-axis? ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. y കോർഡിനേറ്റ്സ് x-ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെയും y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. x-ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെയും y എന്തായിരിക്കും? x-ആക്സിസിലെ ഏതൊരു പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാലും y കോർഡിനേറ്റ് എന്തായിരിക്കും? 0. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ. x-ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെയും y കോർഡിനേറ്റ് എന്തായിരിക്കും? 0. x-ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെയും y കോർഡിനേറ്റ് എന്തായിരിക്കും? 0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നേരെ മനസ്സിലാക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സി ക്വസ്റ്റ്യൻ നേരെ മനസ്സിലാക്കിക്കോളൂ. സി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് another 2 points on the line passing through 1 2 parallel to the x-axis. അണ്ടർലൈൻ ചെയ്തോളൂ. പാരലൽ ടു ദ x-axis എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? പാരലൽ ടു ദ x-axis എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മുകളിൽ എഴുതി വെച്ചോ. y എന്തായിരിക്കും അതില്? y എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് എഴുതി വെച്ചോ. മക്കളെ ഈ ഡയലോഗ് നേരെ പഠിച്ചോളൂ. പാരലൽ ടു y ആണ്. പാരലൽ ടു x-axis എന്ന് പറഞ്ഞാല് അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. പാരലൽ ടു x-axis എന്ന് പറഞ്ഞാൽ എന്താണ്? y സെയിം ആയിരിക്കും. നോക്കിക്കോളൂ. ഞാനിപ്പോ ഇവിടെ വൈകൾ ഇങ്ങനെ എഴുതി വെക്കുക. y എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയാണ് y. കണ്ടോ? എല്ലാ സ്ഥലങ്ങളിലും രണ്ടാമത്തെ ഞാൻ 2 2 2 എന്ന് എഴുതി വെക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ രണ്ടാമത്തെ കൊണ്ടുപോയിട്ട് 2 എന്ന് എഴുതി വെച്ചു. മക്കളെ വെരി ഈസിയാണ്. നോക്കിക്കോളൂ. പാരലൽ ടു x-axis എന്ന് പറഞ്ഞാലേ ഈ രണ്ടാമത്തതിനെ പറയുന്ന പേരാണ് y. കണ്ടോ? എല്ലാ സ്ഥലങ്ങളിലും y കണ്ടോ? 2 2 2 എന്ന് എഴുതുക. അപ്പൊ x എന്ത് എഴുതാം? x നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നോക്കിക്കോ. x ഞാൻ എഴുതാൻ പോകും കേട്ടോ. 1 എഴുതാം, 2 എന്ന് എഴുതാം, 3 എന്ന് എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. മനസ്സിലായോ? വെരി ഈസിയാണ്. പഠിച്ചു വെച്ചോളൂ. പാരലൽ ടു ദ x-axis എന്ന് പറഞ്ഞാലേ
y സെയിം കണ്ടോ. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ y എന്താ ചെയ്ത് നോക്ക് കണ്ടോ. ഇവിടെ y ഞാൻ 2 എഴുതി, ഇവിടെയും y 2 എഴുതി, ഇവിടെയും y 2 എഴുതി. ഈ y സെയിം കണ്ടോ. ഇവിടെ ഉള്ള y അതുപോലെ കോപ്പി അടിക്കുക. ക്ലിയർ ആണോ? പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y കോപ്പി അടിക്കുക, y സെയിം. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y കോപ്പി അടിക്കുക, y സെയിം. അഞ്ചു പ്രാവശ്യം പറയാം. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y സെയിം. y സെയിം എന്ന് പറഞ്ഞാൽ എന്താ, y കോപ്പി അടിക്കുക. അപ്പൊ എക്സോ, എക്സ് ഇഷ്ടമുള്ളത് വാരി വിതറാം. 1 2 3 എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, മനസ്സിലായോ? മനസ്സിലായവരൊന്നും ഓക്കെ പറയാം. മനസ്സിലായവരൊന്നും ഓക്കെ പറയൂ. മനസ്സിലായെങ്കിലൊന്നും ഓക്കെ പറയൂ. ഇടങ്ങളൊന്നും പറയാതിരിക്കരുത് കേട്ടോ. ഒന്ന് ഓക്കെ ടൈപ്പ് ചെയ്താൽ മതി. മനസ്സിലായോ? നിങ്ങൾ റെസ്പോൺസ്, യാതൊരു റെസ്പോൺസ് ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് പരിപാടി നിർത്തി പോകും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും 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 ഈ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ കഴിഞ്ഞതാണ് റിവിഷൻ, വീണ്ടും 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 എടുക്കുകയാണ്. റെഡി ആണോ? യെസ് മക്കളെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ പേജിലുള്ള മുഴുവൻ ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പേജിലുള്ള മുഴുവൻ ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആണ്. ആ പേജിൽ തന്നെ എഴുതി വെച്ചോ. പേജ് നമ്പർ 31 തന്നെ എഴുതി വെച്ചോ. ഓൾ ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഇമ്പോർട്ടന്റ്. മക്കളെ, വാട്ട് ഈസ് എ y കോർഡിനേറ്റ് ഓൺ ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്? എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെയും y എന്തായിരിക്കും? 0. പഠിച്ചു വെച്ചോളൂ. എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും y എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും y എന്തായിരിക്കും? 0. ഇനി ഇതാണ് നമ്മുടെ ടിസ്റ്റ് പോയിന്റ്, പാരലൽ ടു y ആക്സിസ്. എന്താണ് പാരലൽ ടു y ആക്സിസ് എന്ന് പറഞ്ഞാല്? എക്സ് സെയിം ആണ് എന്ന് എഴുതി വെച്ചോളൂ. പാരലൽ ടു y ആക്സിസ് എന്ന് പറഞ്ഞാലേ എക്സ് സെയിം. എക്സ് സെയിം എന്ന് പറഞ്ഞാൽ എക്സുകൾ ഇങ്ങനെ സെയിം ആക്കി എടുത്ത് എഴുതുക. അതാ നോക്കിക്കോ, എക്സുകൾ ഇങ്ങനെ സെയിം ആക്കി എടുത്ത് എഴുതുക. എക്സുകൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ എഴുതുക. എക്സുകൾ ഇങ്ങനെ സെയിം ആക്കി എടുത്ത് എഴുതുക. എക്സ് നിങ്ങൾക്ക് സെയിം ആക്കി എടുത്ത് എഴുതുക. എക്സ് സെയിം ആക്കി എടുത്ത് എഴുതുക. എക്സ് സെയിം, അതാ കണ്ടോ, എക്സ് എന്ന് പറയുന്നത് സെയിം എടുത്ത് എഴുതുക. കണ്ടോ, ഈ സെയിം 3 കണ്ടോ, ഈ സെയിം 3 കണ്ടോടാ. അതാ കണ്ടോ, ഈ 3 കണ്ടോ, ഈ 3 കണ്ടോ. പാരലൽ ടു y ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് സെയിം എടുത്ത് എഴുതുക. പാരലൽ ടു y ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? എക്സ് സെയിം എന്ന് എഴുതുക. വയ്യോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പറഞ്ഞു 1 2 3 4 അങ്ങനെ ഇഷ്ടമുള്ളത് എഴുതാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. പാരലൽ ടു y ആക്സിസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ എക്സ് 3 എഴുതുക, അടുത്ത സ്ഥലത്തും എക്സ് 3 എഴുതുക, അടുത്ത സ്ഥലത്തും എക്സ് 3 എഴുതുക, അടുത്ത സ്ഥലത്തും എക്സ് 3 എഴുതുക. വൈകൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ക്ലിയർ അല്ലേ? പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y സെയിം, പാരലൽ ടു y ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് സെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മക്കളെ, ഇവിടെ ഈ ലൈനിന്റെ മുകളിൽ ഇതിന്റെ മീനിങ് എന്താണെന്ന് എഴുതി വെച്ചാ, പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാ സെയിം? y ആണ് സെയിം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ടോ അങ്ങനെയൊക്കെ പറയുന്നത്. y സെയിം ആണ്, y ആണ് സെയിം. ഇതില് y ഏതാ? 2. ഈ 2നെയാണ് y എന്ന് പറയുന്നത്. ഇതാണ് സെയിം. കട്ട് y ആക്സിസ് എന്ന് പറഞ്ഞാലേ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എക്സ് എന്താണ്? 0 ആണ്. അറിയാത്തവര് നോട്ട് ചെയ്തോളൂ. കട്ട് ദ y ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് വിൽ ബി 0. കട്ട് ദ y ആക്സിസ് എന്ന് പറഞ്ഞാലേ
എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതട്ടോ. കട്ട് ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാല് കട്ട് ദ വൈ ആക്സിസ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? എക്സ് എന്തായാലും 0 ആണ്. വൈ സെയിം അല്ലേ? വൈ സെയിം അല്ലേ? കണ്ടോ, ഈ വൈ സെയിം എടുത്ത് എഴുതല്ലേ വേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാല് വൈ സെയിം എഴുതി. കട്ട് ദ വൈ ആക്സിസ് എന്ന് പറഞ്ഞാല് എക്സ് എന്തും എഴുതി, എക്സ് എന്തും എഴുതി, എക്സ് എന്തും എഴുതി, 0യും എഴുതി. ക്ലിയർ ആണോ? യെസ്. ബി ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ 5K. 5K കെ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 5Kയിൽ കെ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. 5Kയിൽ കെ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ വൈ എന്താ? സെയിം സെയിം എടുത്ത് എഴുതിയാൽ മതി. പാരലൽ ടു എക്സ് ആക്സിസ് ആണ്, വൈ സെയിമാ. സോ കെ എന്താ? 2. സിമ്പിൾ, സിമ്പിൾ ചാപ്റ്റർ ആണ്. ഒന്നുകൂടി നോക്കിക്കോളൂ. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാലേ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, നേരെ നോക്കിക്കോട്ടോ. ഈ 5K എന്ന് പറയുന്നത് ഞാൻ അതുപോലെ എഴുതി. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാല് വൈ എന്താ? സെയിം. കണ്ടോ, ഈ 2 ഇല്ലേ, വൈ എന്ന് പറയുന്നത് 2 അല്ലേ? ആ 2 കൂടെ എടുത്ത് എഴുതുക. സോ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്ക്. 5 is equal to 5. കെ എന്ന് പറയുന്നത് എന്താ? 2. ക്ലിയർ അല്ലേ? കെ എന്ന് പറയുന്നത് 2 ആയിരിക്കും. വെരി ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സർക്കിള്, നേരെ നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് സർക്കിൾ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. ഇതൊരു സർക്കിളാണ് എന്ന് വിചാരിക്കും. ജസ്റ്റ് ഒരു സർക്കിൾ വരച്ച് വെക്കും, പെട്ടെന്ന് മനസ്സിലാവും. ജസ്റ്റ് ഒരു സർക്കിൾ വരച്ച് വെക്കും എന്നാ പെട്ടെന്ന് മനസ്സിലാവും. ജസ്റ്റ് ഒരു സർക്കിൾ വരച്ച് വെക്കൂ. ഇതിലെ ഒരു പോയിന്റ് കണ്ടോ, ഇതാ കണ്ടോ, ഇത് 30 ആണ്. ഇതിലെ ഒരു പോയിന്റ് ഇല്ലേ, എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് 30 ആണ്. ഇത് സെന്റർ ആണ് കേട്ടോ. ഇത് സെന്റർ ആണ്, ഇത് സെന്റർ ആണ്. എല്ലാവർക്കും അറിയാം 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സെന്റർ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 3. ഇനിയാണ് ടിസ്റ്റ്. റൈറ്റിലേക്ക് പോയപ്പോ 30, ലെഫ്റ്റിലേക്ക് പോകുമ്പോ എന്തായിരിക്കും? -30 ആയിരിക്കും. റൈറ്റിലേക്ക്, കാരണം ഈ റേഡിയസുകൾ ഈക്വൽ അല്ലേ. റൈറ്റിലേക്ക് പോയപ്പോ 30 ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകുമ്പോ എന്തായിരിക്കും? -30. ഇത് എക്സ് ആക്സിസ് ആണ് കേട്ടോ. ഇത് ഈ സാധനം എക്സ് ആക്സിസ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ വൈ 0 ആയത്. എക്സ് ആക്സിസ് ആയതുകൊണ്ടാണ് വൈ 0 ആയത്. എക്സ് ആക്സിസിൽ വൈ എന്താണ്, അതുകൊണ്ടാണ് ഇവിടെ 0 ആയത്. നേരെ മറിച്ച് ഇവിടെ ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. മുകളിൽ എന്താ വരിക? 0, 3 എന്നാ വരിക. താഴെ 0 - 3 എന്നാണ് വരിക. മുകളിൽ 0, 3, താഴെ 0 - 3 എന്നാ വരിക. കാരണം വൈ ആക്സിസില് ഈ ആദ്യത്തെ എന്ന് പറയുന്നത് എക്സ് 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? വെരി ഈസി. സോ എ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? അതിന്റെ റേഡിയസ് എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. റേഡിയസ് എന്താണ്? റേഡിയസ് എന്താണ്? വെരി ഈസിയാണ്. റേഡിയസ് എന്ന് പറയുന്നത് 3. റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? 3. ബി ക്വസ്റ്റ്യൻ. കട്ട് ദ എക്സ് ആക്സിസ് ഏതൊക്കെയാണ്? 30യും -30യും. 30 ആൻഡ് -30. അങ്ങനെയാണെങ്കിൽ ഇതിൽ കട്ട് വൈ ആക്സിസ് നിങ്ങൾ മേടിക്കാം. ഏതൊക്കെയായിരിക്കും? 0, 3യും 0, 3യും 0 -3യും. ഇനി അറിയാത്തവര് എഴുതി വെച്ചോളൂ. ഇതിന്റെ മുകളിൽ എഴുതി വെച്ചോളൂ.
കട്ട് ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അവിടെ y നിർബന്ധമായിട്ടും എന്താവണം? 0 ആവണം. കട്ട് ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാലേ y കോർഡിനേറ്റ് വിൽ ബി 0. കട്ട് ദ y ആക്സിസ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കട്ട് ദ y ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് 0. കട്ട് ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y 0. നേരെ നോക്കിയിരുന്നോളൂ, രണ്ടും മാറരുത്, രണ്ടും മാറരുത്, മാറരുത്. ക്ലിയർ അല്ലേ? സോ ഈ പേജിലെ എല്ലാ ക്വസ്റ്റ്യനും വെരി ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഇനി ഈ ഭാഗം മാത്രമേ ഈ ചാപ്റ്ററിൽ ബുദ്ധിമുട്ടുള്ളൂ, ഇനി എല്ലാം ഈസിയാണ് ചാപ്റ്റർ കേട്ടോ. ആദ്യത്തെ ഭാഗം മാത്രം കുറച്ച് ഭാഗമേ ബുദ്ധിമുട്ടുള്ളൂ. ഇനി ഈ ചാപ്റ്റർ മൊത്തം ഈസി ചാപ്റ്റർ ആണ്. നോക്കിക്കോളൂ, ഇതിന്റെ എല്ലാ കോർഡിനേറ്റ്സും എഴുതാനാണ്. ഒരു ഡൗട്ടും വേണ്ട. ഒറിജിന്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, 0 0 എഴുതി വെക്കുക. ഒറിജിന്റെ കോർഡിനേറ്റ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണെന്ന് അറിയോ? O എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 0 0. ഒറിജിൻ എന്നതിന്റെ കോർഡിനേറ്റ്സ് ചോദിച്ചാൽ ആൻസർ എപ്പോഴും എന്താണ്? 0 0. ഇനി ഞാൻ ട്രിക്ക് പറഞ്ഞിരുന്നത് നേരെ നോക്കിക്കോളൂ കേട്ടോ, നേരെ നോക്കിക്കോളൂ. ഈ 5 കണ്ടോ? 5 5 5, ആ 5 എക്സിലാണ് എഴുതേണ്ടത്. മനസ്സിലായോ? ഈ 5 എഴുതേണ്ടത് എക്സിലാണ്. 2 എഴുതേണ്ടത് എവിടെ? 5 എഴുതണ്ട, ഞാൻ പറഞ്ഞ ശേഷം എഴുതിയാൽ മതി. 5 2 എന്നതില് 5 എഴുതേണ്ടത് എക്സില്, 2 എഴുതേണ്ടത് വൈയില്. മക്കളെ, ഈ സാധനത്തിന് പറയുന്ന പേര് എന്താ ആക്സിസ് എന്നാ? എക്സ് ആക്സിസ്. എക്സ് ആക്സിസില് y എന്താണ്? 0. നേരെ നോക്കിയിരുന്നോളൂ. എക്സ് ആക്സിസ്, ഈ ആക്സിസിന്റെ പേര് എക്സ് ആക്സിസ് എന്നാ. എക്സ് ആക്സിസ് എന്നാ. y എന്തായിരിക്കും? 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരിക 0 2 എന്നാണോ? എന്റെ ആൻസർ എഴുതി വെച്ചോളൂ കേട്ടോ. എ എന്ന് പറയുന്നത് 5 0 ആണ്. എ എന്ന് പറയുന്നത് 5 0 ആണ്. സിയുടെ കോർഡിനേറ്റ് എന്താണെന്ന് ആലോചിച്ച് പറഞ്ഞ. സിയുടെ 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത്. 2 0 വരാം, അല്ലെങ്കിൽ 0 2 വരാം. y ആണ്. വേഗം മെസ്സേജ് ചെയ്തോളൂ. 2 ഓപ്ഷനാണ് ഉള്ളത്. 2 0 ആണോ 0 2 ആണോ? എല്ലാരും മെസ്സേജ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് നിർത്തും. വേഗം മെസ്സേജ് ചെയ്തോ ഏതാണ് എന്ന്. ക്ലാസ് വെറുതെ എടുത്തൊരു കാര്യമില്ലല്ലോ. ആരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നോക്കട്ടെ. 2 0 തെറ്റിയാൽ യാതൊരു കുഴപ്പമില്ല. 0 2 ആണോ 2 0 ആണോ? മക്കളെ, ഇങ്ങനെയാണ് വരിക. നോക്കിക്കോളൂ, ഇത് എന്ത് ആക്സിസ് ആണ്? ഇത് എന്ത് ആക്സിസ് ആണ്? ഈ ആക്സിസിന്റെ പേരെന്താണ്? y. വൈയുടെ ആരായിരിക്കും 0? ആദ്യത്തെ ആളായിരിക്കും 0. y ആക്സിസില് ആദ്യത്തെ ആളായിരിക്കും 0. സോ ആൻസർ 0 2. ആൻസർ 0 2. ക്ലിയർ അല്ലേ? വെരി ഈസിയാണ്. ഇത്രേ ഉള്ളൂ. ആദ്യം മുതലൊന്ന് സ്പീഡിലൊന്ന് ഒന്നും കൂടി പറഞ്ഞുതരാം. ഒന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ യാതൊരു പണി ഇതിനില്ല. വെരി ഈസിയാണ്. നോക്കിക്കോളൂ കേട്ടോ, ഞാൻ പറയുന്നത് മാത്രം നോക്കിയിരുന്നോളൂ. O എന്നുള്ളത് 0 0 എഴുതുക. പഠിഞ്ഞില്ലേ? ഈ 5 ഇങ്ങോട്ട് എടുത്ത് എഴുതുക, ഈ 2 ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഇനി നോക്കിക്കോട്ടോ, ഇനിയാണ് നോക്കേണ്ടത്. ഇത് എക്സ് അല്ലേ? y കൊണ്ടുപോയിട്ട് 0 എഴുതുക. എക്സ് ആണെങ്കിൽ y കൊണ്ടുപോയിട്ട് 0 എഴുതുക. y ആണെങ്കിൽ ഇല്ലേ, എക്സ് കൊണ്ടുപോയിട്ട് 0 എഴുതുക. വെരി ഈസി, വെരി ഈസി, ഈസി ഈസി, വെരി ഈസി. മക്കളെ, മനസ്സിലായൊരു തംസപ്പെട്ട് നോക്കട്ടെ. ആർക്കൊക്കെ മനസ്സിലായി നോക്കട്ടെ. റെഡിയാണോ? യെസ്, ക്ലിയർ അല്ലേ? റെഡി ആണെന്ന് വിചാരിക്കുന്നു. വെരി ഈസിയാണ്, വെരി ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്യാൻ പറ്റും. വെരി ഈസിയാണ്. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. O എന്നത് എന്താണ്? 0 0. നേരെ നോക്കിക്കോളൂ കേട്ടോ.
ഈ -2 എന്നത് എക്സിലാണ് മാർക്ക് ചെയ്യേണ്ടത്. -2 എന്നത് എക്സിലാണ് മാർക്ക് ചെയ്യേണ്ടത്. 4 എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഈ 4 എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? വൈയില്. ഇനി വെരി ഈസി. എക്സ് ആക്സിസ് ആണത്. ആരാ 0? എക്സ് ആക്സിസ് ആണ് ഇത്. ആരാ 0? കണ്ടോ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഇത് അവിടെ വെണ്ടക്കാശത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എക്സ് ആണ്. ഒരു പ്രശ്നമല്ല. അപ്പൊ എക്സ് ആണെങ്കിൽ ആരെ 0 എഴുതണ്ട്? വൈ. ഇവിടെ കണ്ടോ വെണ്ടക്കാശരത്തിൽ കണ്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വൈ ആണ്. വൈ ആണ് എഴുതി വെച്ചത് കണ്ടോ? വൈ ആണെങ്കിൽ ഏതാ 0? എക്സ്. സോ ഇത് 0 വരിക. 0 ആൻസർ എടുത്ത് എഴുതാം. ആൻസർ എടുത്ത് എഴുതുക. O എന്ന് പറയുന്നത് 0 0. ഓന്റെ കോർഡിനേറ്റ് 0 0. പിന്റെ കോർഡിനേറ്റ്സ് വെച്ചാല് 0 4. ആറിന്റെ കോർഡിനേറ്റ്സ് വെച്ചാല് -2 0. വെരി ഈസി. വെരി ഈസി. ഇതേപോലെ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യന് യാതൊരു ബുദ്ധിമുട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ അവിടെ മാർക്ക് ചെയ്തോളൂ. P/Q പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ ബ്രാക്കറ്റ് നിർബന്ധമാണ്, കമ്പൽസറി ആണ് കേട്ടോ. നേരെ നോക്കിയിരുന്നോളൂ. ഇത് സ്ക്വയർ ആണ്. സൈഡ്സ് ആർ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഒറിജിൻ ഈസ് ദ മിഡ് പോയിന്റ് ആണ്. സോ ഞാൻ ഇവിടെ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്യാണ്. ഈ പോയിന്റ് 3 ഇവിടെ 3 ആണ്. ഇത് 3 ഇങ്ങോട്ടും 3 ആയിരിക്കും. ഇവിടെയും 3 ആയിരിക്കും. ഇവിടെയും 3 ആയിരിക്കും. ഇവിടെ 3 3 വന്നതുകൊണ്ടാണ് ഇവിടെ 3 3 വന്നത് അല്ലേ? നോക്കിയിരുന്നോളൂ. അല്ലെങ്കിൽ ഇത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ക്വാഡ്രന്റ് വെച്ചിട്ടും ചെയ്യാം. ഇതുവരെ ഇവിടെ 3, ഇവിടെയും 3, ഇവിടെ -3, ഇവിടെ -3. മനസ്സിലാൻ വേണ്ടിട്ട് വെറുതെ എഴുതിയതാ കേട്ടോ. എക്സാമിന് എഴുതരുത്. എക്സാമിന് എഴുതണ്ട. മനസ്സിലാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. ഇത് എഴുതരുത് കേട്ടോ. എക്സാമിന് ഇത് 3 -3 എന്നൊന്നും എഴുതണ്ട. മനസ്സിലാൻ വേണ്ടി പറഞ്ഞ ബി ഒന്ന് പറഞ്ഞു നോക്ക് എന്താണെന്ന്. ബിന്റെ എക്സ് എന്താ? -3. കണ്ടോ, ബിന്റെ എക്സ് -3 അല്ലേ? വൈ എന്താ? ബിന്റെ വൈ എന്താ? 3. ബിന്റെ എക്സ് -3, വൈ 3. ക്ലിയർ അല്ലേ? ഇതേപോലെ സി നിങ്ങൾക്ക് കാണാം. കണ്ടോ, സിന്റെ എക്സ് എന്താ? -3, വൈ എന്താ? -3. സോ -3 -3. ഡി ഒന്ന് പറഞ്ഞു. ഡിന്റെ എക്സ് എന്താ? 3, വൈ എന്താ? -3. സോ ഈ ആൻസറുകൾ മൊത്തം വേഗം എഴുതി വെക്കുക കേട്ടോ. ഒരു പണിയില്ല. വെരി ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വെരി ഈസിയാണ്. വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. വെരി ഈസിയാണ്. എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനാണ് ചോദിച്ചത് കേട്ടോ. അന്ന് 3 മാർക്കിനാണ് ചോദിച്ചത്. വെരി ഈസിയാണ്. പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്. സെയിം ആ നേരത്തെ പറഞ്ഞ അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ നേരെ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഉഡായിപ്പ് പറഞ്ഞുതരാം. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിതാ പറഞ്ഞിരുന്നത് നേരെ നോക്കിക്കോളൂ. ഒരിക്കലും ഇങ്ങനെ ആക്സിസുകൾ വരയ്ക്കരുത്. എക്സാമിന് ഒരിക്കലും ഇത് വരയ്ക്കരുത്. ഇത് വരച്ചാലും നിങ്ങൾ മായ്ച്ചു കളയണം. അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്താൽ മതി. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത് നോക്കുക. ഇതാണ് ചെയ്യേണ്ടത്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് താഴെ ഒരു ലൈൻ വരയ്ക്കുക. അതാ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഒന്ന് വരച്ചു നോക്കൂ. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. വെറുതെ ഇരിക്കരുത്. നിങ്ങൾ പെൻസിലോട്ടാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവിടെ മായ്ച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പടിയില്ല.
വെറുതെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി സോൾവ് ചെയ്തതാണെങ്കിൽ എറൈസർ എടുത്ത് അതൊന്ന് മായ്ച്ച് ഒരു പ്രാവശ്യം കൂടി എന്റെ കൂടെ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ബെനിഫിറ്റ് ആവും. അല്ലെങ്കിൽ ഒരു റഫ് നോട്ട് എടുത്ത് അതിലൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെയും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വെറുതെ ഇരുന്ന് ഇതിങ്ങനെ കേട്ടിരുന്ന് കഴിഞ്ഞാൽ യാതൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ മനസ്സിലാവും, പിന്നെ നോക്കുമ്പോ എന്തുണ്ടാവില്ല, ഒന്നും മനസ്സിലാവില്ല. ഇനി നേരെ നോക്കിക്കോളൂ കേട്ടോ, ഞാൻ പറയുന്നത് നേരെ കേട്ടോളൂ. ഈ 6 കണ്ടോ, 6 ഈ 6 എന്ന് പറയുന്നത് എക്സ് അല്ലേ, എക്സ് അല്ലേ? അത് എക്സ് ആക്സിസിൽ 6 മാർക്ക് ചെയ്യുക. അതിന്റെ നേരെ താഴെ 6 മാർക്ക് ചെയ്യാം. 4 എന്താണ്? വൈ. അത് വൈയിൽ അതിന്റെ നേരെ കൊണ്ടുപോയിട്ട് 4 മാർക്ക് ചെയ്യാം. വെരി ഈസിയാണ്. 6 4 എന്നതില് 6 നേരെ താഴെ 6ഉം നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് 4ഉം മാർക്ക് ചെയ്യാം. ഇനി 1 2 എന്നത് എങ്ങനെ മാർക്ക് ചെയ്യാന്ന് പറഞ്ഞ 1 2 1 നേരെ താഴെ 1 മാർക്ക് ചെയ്യുക. അത് മനസ്സിലാൻ വേണ്ടിട്ട് കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നത്. 1 2 ഇവിടെ 2 മാർക്ക് ചെയ്യുക. 1 2 1 എക്സിൽ മാർക്ക് ചെയ്യുക, 2 വൈയിലും മാർക്ക് ചെയ്യുക. ഇനി അവിടെ പോയിന്റ് എഴുതാൻ വെരി ഈസി ആയിരിക്കും. ഇനി പോയിന്റ് എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതാണ് എൽ എന്നതിന്റെ കോർഡിനേറ്റ്സ് വെച്ചാൽ എല്ലിന്റെ താഴെ ആരാ നോക്കുക കണ്ടോ, 6 അല്ലേ, താഴെ 6 അല്ലേ. ഈ ലെഫ്റ്റ് ഇവിടെ ആരാ, വൈയിൽ ആരാ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയിൽ ആരാ നോക്കുക, 2 6 2 താഴെ 6. എക്സില് ഈ എല്ലിന്റെ എക്സ് 6, വൈയോ ഇതേപോലെ എന്നിന്റെ ഒന്ന് പറഞ്ഞു നോക്ക്. എന്നിന്റെ എക്സ് ആരാ, എക്സ് ആരാ 1. എന്നിന്റെ എക്സ് 1. കറസ്പോണ്ടിങ് വൈ ആരാണ്? സോ ആൻസർ 1 4 എന്ന് കിട്ടും. സോ ഇതാണ് ക്വസ്റ്റ്യൻ. n എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. n എന്ന് പറഞ്ഞാൽ 1 4. എന്നിന്റെ കോർഡിനേറ്റ് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ n 1 4. L എന്താണെന്ന് വെച്ചാൽ ആൻസർ എന്താണ് 6 2. L എന്താണ് എന്ന് ചോദിച്ചാൽ 6 2. L എന്താണ് എന്ന് ചോദിച്ചാൽ 6 2. അങ്ങനെയും ചെയ്യാം, വേറെ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി വേറൊരു ഉടായ്പും കൂടി പറഞ്ഞുതരാം. 1 2 6 4 അല്ലേ, 1 2 6 4 അല്ലേ, നോക്കിക്കോട്ടോ എല്ലാരും നോക്കിക്കോളൂ. ഇതല്ലേ 1 2 6 4 അല്ലേ, 1 2 6 4 അല്ലേ. മറ്റേ കോർഡിനേറ്റുകൾ ഇതായിരിക്കും. ഏതാണ്? 1 4. ഒന്ന് 1 4 ആയിരിക്കും, മറ്റേത് 6 2 ആയിരിക്കും. 1 4 6 2 രണ്ടെണ്ണം. 1 4 6 2 ട്രിക്ക് മനസ്സിലായോ? മറ്റേ കോർഡിനേറ്റ് ഇതായിരിക്കും 1 4, അടുത്തത് 6 2. 1 4 6 2. ഇങ്ങനെ ട്രിക്കില് കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? ഇങ്ങനെ ട്രിക്കിലും കണ്ടുപിടിക്കാം. ഈസി അല്ലേ? പക്ഷെ ഈ 1 4 6 2 കണ്ടുപിടിച്ചാൽ എല്ലാ എന്താണെന്ന് വേറെ മനസ്സിലാവണം. ക്ലിയർ അല്ലേ? അത് നിങ്ങൾ കണ്ടുപിടിക്കുന്നേ വേണം. ക്ലിയർ? ഇതേപോലെ അടുത്ത താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഇതേ മോഡലാണ്, നിങ്ങൾക്ക് സ്വന്തം ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വെരി ഈസി ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മാർക്ക് ചെയ്തോളൂ. വെരി 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 ഇമ്പോർട്ടന്റ്. വിത്തൗട്ട് ഡ്രോയിങ് കോർഡിനേറ്റ് ആക്സിസ് മാർക്ക് ദ പോയിന്റ് 3 5 7 8 ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം പൊസിഷൻ കറക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ്. മാർക്ക് ചെയ്തോളൂ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ്. മക്കളെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഈ 3 5 7 8 ഇല്ലേ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ടാട്ടോ ഇത്ര ബേസിൽ പറയുന്നത്. ഈ 3 ഉം 7 ഉം ഇല്ലേ, അതിനെന്തെന്നാ പറയാ?
എക്സ് ആക്സിസിലെ പോയിന്റുകൾ ഏതൊക്കെയാണ്? ഇതിൽ എക്സ് ആക്സിസ് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. എക്സ് ആക്സിസ് ഏതൊക്കെയാണ്? 3, 7. മനസ്സിലാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് കേട്ടോ. എക്സ് ആക്സിസിൽ 3ഉം 7ഉം. വൈ ആക്സിസ് ഏതൊക്കെയാണ്? സോറി എക്സ് ആക്സിസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എക്സ് കോർഡിനേറ്റുകൾ എന്ന് പറയാൻ പറ്റുക. ഓക്കെ 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 നോക്കിക്കോളൂ. എക്സ് കോർഡിനേറ്റുകൾ ഏതൊക്കെയാണ്? 3ഉം 7ഉം. ക്ലിയർ അല്ലേ? കണ്ടോ, 3, 7. വൈ എന്താ? വൈകള് 5, 8. ക്ലിയർ അല്ലേ? ഇനി നേരെ നോക്കിയിരുന്നോളൂ. ഞാനിപ്പോ ഒരു ആക്സിസ് വരയ്ക്കുക. ഇങ്ങനെ എക്സ് ആക്സിസ് ഇങ്ങനെ വരയ്ക്കുക. 3 ഇവിടെ ഉണ്ടാവും, കുറച്ചിങ്ങനെ കഴിഞ്ഞിട്ട് 4 ഉണ്ടാവും, അത് കഴിഞ്ഞാൽ 5 ഉണ്ടാവും, 6 ഉണ്ടാവും, 7 ഉണ്ടാവും. മനസ്സിലാൻ വേണ്ടിട്ട് പറയാ, 3 ആണോ 7 ആണോ ലെഫ്റ്റും റൈറ്റും വരിക? 3 എവിടെ വരിക? കണ്ടോ, 3 ലെഫ്റ്റില്, 7 റൈറ്റില്. LKG ലെവൽ. LKG എന്ന് പറഞ്ഞാൽ LKG ക്വസ്റ്റ്യനാ. ലെഫ്റ്റ് റൈറ്റ് എഴുതാന ക്വസ്റ്റ്യൻ. 3, 7ല് 3 എവിടെ വരിക? ലെഫ്റ്റ്. കണ്ടോ, 3, 7ല് 3 ലെഫ്റ്റ് സൈഡ് അല്ലേ? 7 റൈറ്റ്. മനസ്സിലായോ? ഈ ആദ്യം എക്സുകളാണ് നമ്മൾ എഴുതിയത്. ഇനി വൈ എഴുതുമ്പോ നേരെ ശ്രദ്ധിക്കുക. ഇങ്ങനെ വൈ ഇങ്ങനെ എഴുതുമ്പോ നമ്മൾ 5 ഇവിടെ വരും, 6 ഇവിടെ വരും, 7 ഇവിടെ വരും, 8 ഇവിടെ വരും. ലെഫ്റ്റും റൈറ്റും എപ്പോഴും ഉണ്ടാവുക ഏതിനാ? എക്സിനാണ് ലെഫ്റ്റും റൈറ്റും ഉണ്ടാവുക. ലെഫ്റ്റും റൈറ്റും എക്സിനല്ല ഉണ്ടാവുക. ടോപ്പും ബോട്ടം എന്തിനാ ഉണ്ടാവുക? ടോപ്പും ബോട്ടം വൈക്ക്. പറഞ്ഞോളൂ, 5 എന്ന് പറയുന്നത് ടോപ്പാണോ ബോട്ടാണോ? ബോട്ടം. 5 എന്ന് പറയുന്നത് ബോട്ടം. കണ്ടോ, താഴത്തല്ലേ 5? 8 ടോപ്പ്. 8 ടോപ്പ്. എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് എഴുതി കണ്ടുപിടിക്കല് ഇത് ഇത്രയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. 3 എവിടെയാണ്? ഈ ക്വസ്റ്റ്യനിൽ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. 3 എവിടെയാണ്? കണ്ടോ, 3 നെല്ലിന്റെ മുകളിൽ എവിടെ? ലെഫ്റ്റ്. മനസ്സിലായോ? 5 എവിടെയാണ്? ബോട്ടം. ലെഫ്റ്റ് ബോട്ടത്തിലാണ് 5 എഴുതുന്നത്. 3, 5 പറഞ്ഞാൽ ലെഫ്റ്റ് ബോട്ടത്തിൽ എഴുതുക. 7, 8 നോക്കിക്കോ. 7, 8 എവിടെ എഴുതേണ്ടത്? റൈറ്റ്. 7 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? റൈറ്റ്. 8 എവിടെയാണ്? നോക്കൂ, ടോപ്പ്. 8 ടോപ്പ്. ഒരു പണി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. വെരി ഈസിയാണ്. സോ ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നേരത്തെ വരച്ച ക്വസ്റ്റ്യൻ അതുപോലെ ചെയ്യുക. 3, 5 ഇതിൽ എവിടെയാണ് എഴുതേണ്ടത്? ഇത് വെറുതെ എഴുതാൻ പറ്റൂല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ 3, 5 എവിടെ എഴുതേണ്ടത്? ഇതാ ലെഫ്റ്റ് സൈഡില് ബോട്ടത്തിൽ കൊണ്ടുപോയിട്ടേ 3, 5 എഴുതാൻ പറ്റുള്ളൂ. കേട്ടോ, ലെഫ്റ്റ് സൈഡില് ബോട്ടം. താഴെ ലെഫ്റ്റ് സൈഡില് ബോട്ടം. LB എന്നല്ല ഞാൻ ഇവിടെ എഴുതിയത്. ലെഫ്റ്റ് സൈഡില് ബോട്ടത്തിലാണ് 3, 5 എഴുതേണ്ടത്. ലെഫ്റ്റ് സൈഡില് ബോട്ടത്തില്. അങ്ങനെയാണെങ്കിൽ 7, 8 എവിടെ എഴുതേണ്ടത്? റൈറ്റില് ടോപ്പ്. ഇതാ റൈറ്റ് ടോപ്പ്. കണ്ടോ, 7, 8. റൈറ്റില് ടോപ്പാണ് 7, 8 എഴുതേണ്ടത്. റൈറ്റ് സൈഡില് ടോപ്പാണ് 7, 8 എഴുതേണ്ടത്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 2 എണ്ണം കിട്ടി. പിന്നെ നിങ്ങൾ മറ്റേത് കണ്ടുപിടിച്ചത് ഓർമ്മല്ലേ? 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് കണ്ടുപിടിക്കാൻ അറിയില്ലേ? ഒന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഇവിടെ വരിക? നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. 7, 5 എന്നിവിടെ വരും. ഇവിടെ എന്താ വരിക? 3, 8 അല്ലെ? 3, 8 എന്ന് വരും. അത് കണ്ടോ, 2 കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേത് കണ്ടുപിടിക്കാൻ നേരത്തെ പഠിച്ചില്ലേ? അതേപോലെ വെരി ഇമ്പോർട്ടന്റ്. മാർക്ക് ചെയ്യുക. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാട്ടോ മക്കളെ. നിങ്ങൾ വെറുതെ ഇരിക്കരുത്. ഒരു ബുക്ക് എടുത്ത് എഴുതി വെച്ചോളൂ കേട്ടോ.
നിങ്ങളെ മെറ്റീരിയലിൽ ഇത് ഓൾറെഡി എഴുതി വെച്ചതാണ് എന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വേഗം ചെയ്ത് നോക്കിയാൽ കാര്യം കറക്റ്റ് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ പ്രിന്റ് ഔട്ടിൽ നോക്കാതെ ചെയ്ത് നോക്കിയാലേ കാര്യം മനസ്സിലാവുള്ളൂ. പ്രിന്റ് ഔട്ടിൽ നോക്കി ചെയ്താൽ യാതൊന്നും മനസ്സിലാവില്ല. പിന്നെ നിങ്ങൾക്ക് പടിയില്ലത് എക്സ് എന്ന് പറഞ്ഞതിന്റെ കൂടെ അങ്ങനെ ചെയ്തു പോയാൽ മതി. ഇതിലെ എക്സ് എന്ന് പറഞ്ഞാല് 6ഉം 5ഉം ആണ്. മനസ്സിലാകാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞത്. y ആരാണ്? ഇതിലെ y ആരാണ്? 2ഉം 4ഉം 2ഉം 4ഉം. മക്കളെ 6 5ല് ആരാണ് ലെഫ്റ്റ് വരിക, ആരാണ് റൈറ്റ് വരിക? അതാ നോക്കിക്കോട്ടോ, നമുക്ക് മനസ്സിലാൻ വേണ്ടിട്ട് മാത്രം കേട്ടോ എഴുതുന്നത്. അങ്ങനെ പോകുമ്പോഴേ 5 6 ഇങ്ങനെയല്ലേ പോവുക, എക്സ് ആക്സ് ഇങ്ങനെയല്ലേ പോവുക. ആരാ ലെഫ്റ്റില് ആരാ റൈറ്റില്? LKG ക്വസ്റ്റ്യനാ. 6 എവിടെ വരിക? ഇത് ലെഫ്റ്റും ഇത് റൈറ്റും അല്ലേ? അല്ലേ? 6 എവിടെയാണ്? റൈറ്റ്. 5 എവിടെയാണ്? ലെഫ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, y എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് y. ഇവിടെ 2 വരും, പിന്നെ 3 വരും, ഇങ്ങനെ 4 വരും. വേഗം എഴുതിക്കോ, ഏതാണ് ബോട്ടം ഏതാണ് ടോപ്പ്? ഏതാണ് ബോട്ടം ഏതാണ് ടോപ്പ്? ഏതാണ് ബോട്ടം ഏതാണ് ടോപ്പ് എന്ന് എഴുതി കൊടുക്കുക. ഏതാണ് ബോട്ടം ഏതാണ് ടോപ്പ് എന്ന് എഴുതുക. 2 ആണ് മക്കളെ ബോട്ടം അല്ലേ? 4 എന്താ? 4 എന്താ? ടോപ്പില്. അപ്പൊ ഇനി ഇവിടെ എഴുതി കൊടുക്കുക 6 2 6 റൈറ്റ്. 2 എവിടെ? 2 എവിടെ? ബോട്ടം. അവിടെ എഴുതിയിട്ടില്ലേ 6 2. 5 4 അല്ലേ? 5 ലെഫ്റ്റ്, 4 ഇപ്പൊ 6 2 വേഗം അടയാളപ്പെടുത്തുക. ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് 6 2 അടയാളപ്പെടുത്തുക. റൈറ്റില് ബോട്ടം 6 2, റൈറ്റില് ബോട്ടം. നോട്ട് ചെയ്തോളൂ, റൈറ്റില് ബോട്ടം 6 2 അടയാളപ്പെടുത്തേണ്ടത് റൈറ്റ് സൈഡില്. ബോട്ടം എന്ന് പറഞ്ഞ താഴെ. 6 2 അടയാളപ്പെടുത്തേണ്ടത് ഇതാ റൈറ്റ് സൈഡ്. ഇതാ എവിടെയാണ് 6 2 അടയാളപ്പെടുത്തേണ്ടത്? 6 2 റൈറ്റില് ബോട്ടം. മാറാൻ സാധ്യതയുണ്ട്. 6 2 അടയാളപ്പെടുത്തേണ്ടത് റൈറ്റില് ബോട്ടം. റൈറ്റ് ഇതാണ് ബോട്ടം. 5 4 ലെഫ്റ്റില് ടോപ്പ്. ഇതാണ് ലെഫ്റ്റില് ടോപ്പ്. ലെഫ്റ്റില് ടോപ്പ്. ഇനി ബാക്കിയുള്ള 2 നമുക്ക് എഴുതാൻ പറ്റും. ഇതെന്താ വരിക? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരച്ച് ചെയ്യാൻ പറ്റും. 5 2 വരും. ഈ 5 ഇങ്ങോട്ട്, ഈ 2 ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. അടുത്തതോ 6 4 എന്ന് വരും. 6 ഈസി ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി അവിടെ ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. മാർക്ക് ചെയ്തോളൂ. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ട്രിഗ്നോമെട്രി കണക്ട് ചെയ്തുകൊണ്ട് കോർഡിനേറ്റ്സ് എല്ലാ വർഷവും SSLC എക്സാമിന് ചോദിക്കാറുണ്ട്. ട്രിഗ്നോമെട്രി ആൻഡ് കോർഡിനേഷൻ കണക്റ്റഡ് ക്വസ്റ്റ്യൻസ്, വെരി ഇമ്പോർട്ടന്റ്. ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് സാധനം ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് വരാം. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂള്. എവിടെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തോട്ടോ, എവിടെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തോ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ ഇതുവരെ 3 ആണെങ്കിൽ ഇവിടെ 3 0 ആയിരിക്കും. ഇതെല്ലാവർക്കും അറിയില്ലേ? ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇതാട്ടോ, വെരി ഇമ്പോർട്ടന്റ് റൂളാണ് പറഞ്ഞു തരുന്നത്. ഇതാണ് ഇതിന്റെ ബേസ്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. ഇത് 3ഉം ഇതിന്റെ ഹൈറ്റ് 4ഉം ആണെങ്കിൽ ഇവിടുത്തെ കോർഡിനേറ്റ് 3 4 ആയിരിക്കും. ഇവിടെ 3ഉം ഇവിടെ 4ഉം ആണെങ്കിൽ ഇവിടെ 3 4 ആയിരിക്കും. ഇവിടെ 3ഉം ഇവിടെ 4ഉം ആണെങ്കിൽ ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? 3 4.
ഇനി വേറെ എക്സാമ്പിൾ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ ആൻസർ പറയണം. നിങ്ങൾ ആൻസർ പറയണം. നിങ്ങൾ ആൻസർ പറയണം. ഇതാണ് ഇതിന്റെ ബേസ്. ഇതാണ് ഇതിന്റെ ബേസ്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഒരു ട്രയാങ്കിൾ വരച്ചു. ഇവിടെ എന്ന് പറയുന്നത് 6 ആണെന്ന് വിചാരിച്ചോ. ഇവിടെ 8 ആണെന്ന് വിചാരിച്ചോ. വേഗം ഒന്ന് ടൈപ്പ് ചെയ്യും. ഞാൻ ഈ മാർക്ക് ചെയ്ത കോർഡിനേറ്റ്സ് എന്തായിരിക്കും എന്ന് ടൈപ്പ് ചെയ്ത് എത്ര ആൾക്ക് മനസ്സിലായി നോക്കട്ടെ. എന്തായിരിക്കും കോർഡിനേറ്റ്? ആൾക്ക് മനസ്സിലായില്ല. എന്തായിരിക്കും കോർഡിനേറ്റ്സ്? 6, 8. യെസ്, ഇവിടെ 6, 8 ആയിരിക്കും. ഇവിടെ താഴത്തെ പോയിന്റ് എന്ന് പറയുന്നത് 6, 0 ആയിരിക്കും. ഇവിടെ ഒറിജിന്റെ പോയിന്റ് എന്ന് പറയുന്നത് 0, 0 ആയിരിക്കും. ഇവിടെ 0, 0. 6 ആണെങ്കിൽ 6, 0. മുകളിലാണെങ്കിൽ 6, 8. ഇതാണ് ബേസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി നേരെ നോക്കിയിരുന്നോളൂ. നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ആദ്യം വെറുതെ ആദ്യം മുതലൊന്ന് എഴുതുകയാണ്. എന്റെ കൂടെ ചെയ്തോളൂ കേട്ടോ. മെറ്റീരിയലിൽ ഇത് ചെയ്ത ആളുകൾ നോട്ടിലേക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം ഈ പിക്ചർ ഒന്ന് വരച്ചെടുത്തിട്ട് എന്റെ കൂടെ ചെയ്താൽ ഇപ്പൊ തന്നെ പഠിക്കും. മടിയന്മാരായിട്ട് ഈ പ്രിന്റ് ഔട്ട് നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും പഠിയില്ല. ഈ ഓ എന്ന് പറയുന്നത് 0, 0 ആയിരിക്കും. ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ഓ എന്നതിന്റെ ഒറിജിൻ എന്നതിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0, 0 ആയിരിക്കും. ഇനി ഒന്ന് നോക്കിക്കോളൂ. ഇതുവരെ 5, 0 ആണ്. ഡിസ്റ്റൻസ് എന്താ? 5. 10, 0 ആണെങ്കിൽ 10. 8, 0 ആണെങ്കിൽ 8. 20, 0 ആണെങ്കിൽ 20. തേങ്ങ 0 ആണെങ്കിൽ തേങ്ങ. മാങ്ങ 0 ആണെങ്കിൽ മാങ്ങ. ചക്ക 0 ആണെങ്കിൽ ചക്ക. 5, 0 ആണെങ്കിൽ 5. വേറല്ലേ? ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90. 90 ഉണ്ട്, 60 ഉണ്ട്. ആരാണ് വരെ ഫ്രണ്ട്? 30 അല്ലേ? 90, 30. പിന്നെ ആരാണ് ഫ്രണ്ട്? യെസ്. ഈ ട്രയാങ്കിൾ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കോട്ടോ. ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഈ ട്രയാങ്കിൾ 30, 60, 90യുടെ ട്രയാങ്കിൾ ആണ്. 30 എന്നതിന് ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ ഈ 60യുടെ ഓപ്പോസിറ്റ് എന്താവും അറിയോ? 5√3 ആവും. 30ക്ക് ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ പഠിച്ചു വെച്ചോ, 60ക്ക് ഓപ്പോസിറ്റ് 5√3 ആവും. ഇനി കോർഡിനേറ്റ് എഴുതാൻ വെരി ഈസിയാണ്. കോർഡിനേറ്റ് കണ്ടോ, താഴെ 5 അല്ലേ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. 5, 5√3. 5, 5√3. 5, 5√3. സോ ആൻസറുകൾ എഴുതാൻ പോവുകയാണ്. 5 ഇവിടുത്തെ ഈ 5 ഇവിടുത്തെ 5√3. 5ഉം 5√3. 5ഉം 5√3. ഞാൻ ആൻസർ എഴുതാൻ പോകുന്നത് നേരെ നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ സിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും എന്നറിയോ? ഈ 5 താഴേക്കാ പോവുക. ഈ 5-ല് നോക്ക്. ഈ 5-ലെ അത് താഴെയാണ് വരിക. ഈ 5√3 ഇവിടെയാണ് വരിക. ഇവിടെ അല്ലേ 5√3? ഇവിടെ അല്ലേ 5√3? ഇതെന്ത് ആക്സിസാ? y ആക്സിസിൽ എക്സ് എന്താണ്? 0. y ആക്സിസില് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. y ആക്സിസിൽ കണ്ടോ, ഈ 5√3 ഈ y ഇവിടെ എടുത്ത് എഴുതി. y ഇവിടെ എടുത്ത് എഴുതി കണ്ടോ. ഈ 5 ആണ് ഇവിടെ വന്നത്. കണ്ടോ, ഈ 5 ആണ് ഇവിടെ വന്നത്. ഇവിടെ എന്താ 0 വന്നെന്ന് മനസ്സിലായോ? എക്സിന് y 0 ആണ്. y-ല് ഏതാ 0? എക്സ്. ആൻസറുകൾ എഴുതാൻ തുടങ്ങുക. ഓ എ എത്രയാണ്? ഓ എ എത്ര ഡിസ്റ്റൻസ് ആണ്? 5 സെന്റിമീറ്റർ എന്നൊന്നും എഴുതരുത്. എഴുതണം എന്നുണ്ടെങ്കിൽ യൂണിറ്റ് എന്നാണ് എഴുതുക. 5 യൂണിറ്റ് എന്നാണ് എഴുതുക.
എ ബി എന്ന് പറയുന്നത് എത്രയാണ്? ഇനി ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 5√3. എ ബി എന്ന് പറയുന്നത് 5√3. ബി, ബിയുടെ കോർഡിനേറ്റ് എന്താണ്? 5√3. 5√3. സിയുടെ കോർഡിനേറ്റ് എന്താണ്? 0.5√3. 0.5√3. 0.5√3 എന്ന് വരും. ഞാൻ വീണ്ടും പറയുന്നു, മടിയന്മാരായിട്ട് ബുക്ക് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു ബെനിഫിറ്റും ഈ ക്ലാസ് കേട്ടത് കൊണ്ട് ഉണ്ടാവില്ല. എന്റെ കൂടെ ചെയ്താൽ ഇത് പഠിക്കും. റെഡിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതും ഇതിന്റെ മുമ്പ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിന്റെ നെക്സ്റ്റ് ആയിട്ടുള്ള ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ കിടക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ഇത് 90. ഇവിടെ എന്തായിരിക്കും വരിക? നേരെ നോക്കിയിരുന്നോളൂ കേട്ടോ. ഈ റൈറ്റ് ട്രയാങ്കിളിലെ 90ക്ക് ഞാൻ പറയുന്നത് അറിയാത്തവർ ഒപ്പം എഴുതി വെച്ചോളൂ കേട്ടോ. 90ക്ക് ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ നോക്കിക്കോ ഈ 90ക്ക് ഓപ്പോസിറ്റ് 8 ആണെങ്കിലേ 30ക്ക് ഓപ്പോസിറ്റ് 4 ആയി. 60ക്ക് ഓപ്പോസിറ്റോ 4√3. 4√3. ഇനി എല്ലാ കോർഡിനേറ്റ്സും ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എ എന്ന് പറയുന്നത് എന്താണ്? 5 ആണെങ്കിൽ 50, 6 ആണെങ്കിൽ 60, 7 ആണെങ്കിൽ 70, 4√3 ആണെങ്കിൽ എന്തായിരിക്കും? 4√3 0. ആണോ? 4√3 ആണെങ്കിൽ 4√3 0. 6 ആണെങ്കിൽ 60, 5 ആണെങ്കിൽ 50, 8 ആണെങ്കിൽ 80. ഇനി ഇവിടെ ഉള്ള കോർഡിനേറ്റ് എഴുതാൻ യാതൊരു പണിയില്ല. 4√3 4 എന്ന് എഴുതും. ഇവിടെ എക്സില് 4√3, വൈയുടെ ഡിസ്റ്റൻസ് 4 ആയതുകൊണ്ട് എന്താ കിട്ടുക? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, 4√3 4 എന്ന് കിട്ടും. ആൻസർ നിങ്ങൾക്ക് എ ക്വസ്റ്റ്യന്റെ ആൻസറും ബി ക്വസ്റ്റ്യന്റെ ആൻസറും നിങ്ങൾക്ക് സ്വന്തം എഴുതാൻ പറ്റും. ഒന്ന് എഴുതി നോക്കൂ. എ ബി എത്രയാണ് എന്ന് ചോദിച്ചാൽ വെരി ഈസിയാണ്. 4 യൂണിറ്റ്. യൂണിറ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ബി ക്വസ്റ്റ്യൻ എ എന്താണ് എന്നാണ്, ബി എന്താണ് എന്നും നിങ്ങൾക്ക് ഇതിന്ന് ഈസി ആയിട്ട് കിട്ടും. എ എഴുതുക, ബി എഴുതുക. വെരി ഈസിയാണ്. എ എഴുതുക, ബി എഴുതുക. എ എത്രയാണ്? 4√3 0 എന്ന് എഴുതിയിട്ടുണ്ടാവും. ബിയോ 4√3 4. 4√3 4 എന്ന് കിട്ടും. ഇതിന്റെ മുമ്പുള്ള ക്വസ്റ്റ്യൻ ഈ 30, 60, 90 വെച്ചിട്ടാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. 30, 60, 90 വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞുതരാം. ഇവിടെ O എന്ന് പറയുന്നത് എന്താണ്? വേഗം ഒന്ന് കേട്ടോ. 0 0. M എന്ന് പറയുന്നത് എന്താണ്? ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ എന്താ? 6 ആണെങ്കിൽ 60, 8 ആണെങ്കിൽ 80, 10 ആണെങ്കിൽ 10 0, 6 ആണെങ്കിൽ എന്തായിരിക്കും? 60. ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇത് 30, 60, 90ന്റെ മോഡൽ ആക്കുകയാണ് ചെയ്യുന്നത്. നേരെ നോക്കിയിരുന്നു. 30, 60, 90ന്റെ മോഡൽ ആക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഈ ട്രയാങ്കിൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. നോക്കിയിരുന്നോളൂ കേട്ടോ. ഇത് ടോട്ടല് 6 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 3 അല്ലെ?
ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്ന്. ഈച്ച് ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇക്വലേറ്റർ ട്രയാങ്കിളിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 60. ഇത് 90. ഇതെന്തായിരിക്കും? 30. ഇനി വെരി ഈസി ആണ്. 30ക്ക് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് എന്താണ്? 3√3. ക്ലിയർ അല്ലേ? 30ക്ക് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 3√3. ഇനി എന്നെ എഴുതാൻ ഒരു പണിയില്ല. 3 ഉണ്ട് 3√3 ഉണ്ട്. എന്താ കോർഡിനേറ്റ് എഴുതുക? 3√3 എഴുതുക. 3 കണ്ടോ? ഈ 3 എഴുതുക, ഈ 3√3 എഴുതുക, 3√3 എഴുതുക. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3√3 ഉണ്ട്. 3√3 എഴുതുക. വെരി ഈസി. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. മാർക്ക് ചെയ്തോളൂ കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷത്തിന്റെ മുമ്പത്തെ വർഷമാണെന്ന് ചോദിച്ചെന്ന് തോന്നുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതോ കഴിഞ്ഞ വർഷമാണെന്ന് ഓർമ്മയില്ല. ആൻസറുകൾ എഴുതി വെച്ചോളൂ. ഓന്റെ കോർഡിനേറ്റ് ചോദിച്ചാൽ O എന്ന് പറയുന്നത് 0 0. എം എന്നതിന്റെ കോർഡിനേറ്റ് എന്താണ്? എം 6 0. എൻ എന്നതിന്റെ കോർഡിനേറ്റ് എന്താണ്? എൻ എന്നതിന്റെ എന്താണ്? 3 3√3. എൻ എന്നതിന്റെ കോർഡിനേറ്റ് പഠിച്ചാല് 3 3√3. 3 3√3. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ആണ്. അത് നെക്സ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഡിസ്റ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് ഇനി ഉള്ളത്. അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ ബൈ. ലീവ് ചെയ്തോളൂ. ബൈ 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 ബൈ.